കുഞ്ഞ് അവിടെ എങ്ങനെ എത്തിയെന്ന് അച്ഛൻ അന്വേഷിച്ചില്ലേ? അപ്പൊ അച്ഛന് കിട്ടിയ മറുപടി എന്താ? പുഴയിലൊരു കുട്ടവഞ്ചിയിൽ ഒഴുക്കി വിട്ടതുപോലെ ജീവനുള്ളൊരു കുഞ്ഞ് വന്ന് അടിഞ്ഞിരുന്നു എന്ന്. ആ കുഞ്ഞു തന്നെയാണ് നീ. താൻ ആരാധിച്ചത് ശ്യാമ മേഡത്തിന്റെ പാട്ടിനെയല്ലേ? ആ സ്വരത്തിലൂടെയല്ലേ പരിചയപ്പെട്ടത്, അവരിഷ്ടപ്പെട്ടത്. അല്ലാതെ അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് നോക്കേണ്ട കാര്യം തനിക്കെന്താ? വാ വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ വരുൺ? ആകെ ഉരുകി നിൽക്കുമ്പോഴാ ഒരു തമാശ ഉപദേശമൊക്കെ. ഇടൂ, എനിക്ക് വിശക്കുന്നു. വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം എടുത്ത് കഴിക്കണം. എനിക്കിപ്പോ ഒന്നിനും പറ്റുന്നില്ലെന്നാ ഞാൻ പറഞ്ഞത്. മറ്റുള്ളവരുടെ മനസ്സ് കുറച്ചെങ്കിലും പഠിക്കാൻ നോക്ക്. കഷ്ടമുണ്ടടാ മോളെ ഈ അവസ്ഥയെ കണ്ടിട്ട്. എങ്ങനാ ഇനി ഇത് മറച്ചു വെക്കാൻ നോക്കുന്നത്? എല്ലാം അവളോട് തുറന്നു പറഞ്ഞൂടെ? നമുക്ക് മാത്രമായിട്ട് ഒരു തീരുമാനമില്ല മുത്തശ്ശി. അയാളുടെ അമ്മ കൂടെ തീരുമാനിച്ചല്ലേ. അമ്മയുടെ കൂടെ ചെന്ന് നിൽക്കുമ്പോൾ പ്രതികരിച്ച് പൊട്ടിത്തെറിച്ച് അയാളൊന്നും പറയാൻ നിൽക്കണമെങ്കിൽ മനസ്സ് നേറി അയാൾ തന്നെ അയാളുടെ അമ്മയെ തേടി പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവണം. അവിടം വരെ എത്തിക്കാൻ കുറച്ചെങ്കിലും നമ്മൾ സഹിച്ചേ പറ്റൂ. അമ്മ മോളെക്കുറിച്ച് ഓർത്ത് കരയുന്നു, മോൾ അമ്മയെക്കുറിച്ച് ഓർത്തു. അവളുടെ കൃഷ്ണൻ അവളെ കൈവിടില്ല. ഇത്രയേ എത്തിച്ചില്ലേ? അവൾക്ക് കാണാൻ പാകത്തിന് അവളുടെ മുമ്പിൽ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ? അവക്ക് കേൾക്കാവുന്ന വിധത്തിൽ അമ്മ അവളെക്കുറിച്ച് പറഞ്ഞില്ലേ? ഭഗവാന്റെ മായാജാലം ആവർത്തിക്കും. വൈകാതെ അവര് തമ്മിൽ കാണും. ഭഗവാനെ, എന്തിനാ എന്റെ മനസ്സ് വീണ്ടും വീണ്ടും ഇങ്ങനെ അസ്വസ്ഥാക്കുന്നത്? എത്രയോ ആളുകള് ഞാൻ ശ്യാമ മാഡവും കാണാൻ ഒരുപോലെ ഇരിക്കുന്നെന്ന് പറഞ്ഞിട്ടുള്ളത്. എത്രയോ പേരാ ശ്യാമ മാഡത്തിന്റെ മകളാണോ എന്നോട് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ആ ചോദ്യങ്ങളൊന്നും ഞാൻ എന്റെ മനസ്സിനകത്തേക്ക് എടുത്തിട്ടില്ല. എല്ലാം തള്ളിക്കളയാനേ തോന്നിയിട്ടുള്ളൂ. പക്ഷെ ഇന്ന് ശ്യാമ മാഡം പറഞ്ഞ കാര്യം, അതിൽ നിന്ന് ഞാൻ എന്താ തീരുമാനിക്കേണ്ടത്? ഞാൻ ആരാ? ഞാനും ശ്യാമ മാഡവും തമ്മിലുള്ള ബന്ധം എന്താ? ഹലോ മോളെ. അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചത്. എന്താ മോളെ? ടിവിയില് ശ്യാമ മാഡത്തിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അച്ഛൻ കണ്ടിരുന്നോ? ഇല്ല മോളെ. എന്തു പറ്റി ചോദിക്കാൻ? ഒന്നുമില്ല അച്ഛാ. അച്ഛൻ ശരിക്കും എവിടുന്നാ കിട്ടിയ? ഇതെന്താ മോളെ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം? അച്ഛൻ പറയേ. നിന്നെ കണ്ടു കിട്ടിയത് എവിടുന്നാന്നൊക്കെ അച്ഛൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ. പൂജാവിധികൾക്ക് വേണ്ടി അച്ഛൻ കുളിച്ചു കയറുമ്പോ ആ കുളക്കരയിലായിരുന്നു നീ കിടന്നിരുന്നത്. അതല്ല, അത് കഴിഞ്ഞിട്ട് ആ കുഞ്ഞ് അവിടെ എങ്ങനെ എത്തിയെന്ന് അച്ഛൻ അന്വേഷിച്ചില്ലേ? അപ്പൊ അച്ഛന് കിട്ടിയ മറുപടി എന്താ? പുഴയിലൊരു കുട്ടവഞ്ചിയിൽ ഒഴുക്കി വിട്ടതുപോലെ ജീവനുള്ളൊരു കുഞ്ഞ് വന്ന് അടിഞ്ഞിരുന്നു എന്ന്. ആ കുഞ്ഞു തന്നെയാണ് നീ.
എന്താ മോളെ, എന്തിനാ ഇതൊക്കെ ചോദിച്ചിട്ട് നീ കരയുന്നേ? ഒന്നുമില്ല അച്ഛാ, ഞാൻ ചോദിച്ചൊന്നേ ഉള്ളൂ. ഞാൻ അച്ഛനെ പിന്നെ വിളിച്ചോളാം. മോളെ, ഞാൻ ദൈവമേ, അവസാനത് നേരാവണു. ഞാനാണോ കുഞ്ഞ്? എന്തു പറ്റി ദേവേട്ടാ? മോളെ വിളിച്ചിട്ട് അവളെ എനിക്ക് കിട്ടിയത് എവിടുന്നാന്നൊക്കെ ചോദിച്ചു, ഏത് രീതിയിലാന്നൊക്കെ ചോദിച്ചു. ഇപ്പൊ എന്തിനാണോ അത് വീണ്ടും ചോദിക്കുന്നത്? അതാ യശോദയെ ഞാനും ആലോചിക്കുന്നത്. ഒരുപാട് തവണ അവളുടെ ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവൾക്കത് ഹൃദയസ്ഥമാണ്. നല്ല കരച്ചിലായിരുന്നു മോള്. എവിടെ നിന്നാലും അവളുടെ മനസ്സിൽ അനാഥ എന്നുള്ളൊരു വെളിപ്പേരി കിടപ്പുണ്ടാവും. അതിന്റെ വേദന മനസ്സിൽ തികട്ടിയപ്പോ ചോദിച്ചതാവും. അങ്ങനെ ആയിരുന്നാ മതിയായിരുന്നു. ഓരോ പുതിയ ചോദ്യങ്ങളും വല്ലാതെ പേടിപ്പിക്കുകയാണ് യശോദ. അതാരുടെ ഭാഗത്തു നിന്നായാലും തോറ്റവന്റെ പേടിയാണ്. കുറച്ചു കഴിഞ്ഞ് ഞാൻ അവളെ ഒന്ന് വിളിക്കാം, അല്ലെങ്കിൽ വരുണിനോട് സംസാരിക്കാം. എന്താ കാര്യമെന്നറിയാലോ. ഇനി അതാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കില്ലേ? അവളുടെ മുൻപിൽ നിന്ന് ഓരോ പ്രതിബന്ധങ്ങൾ തട്ടി നീങ്ങുമ്പോ ഇനിയെങ്കിലും അവളൊന്ന് മനസ്സമാധാനത്തോടെ ചിരിക്കുന്നു കരുതും. പക്ഷെ തൊട്ടു പിറകെ എത്തും അടുത്ത പ്രശ്നം. വല്ലാത്തൊരു വിധിയാണ് എന്റെ കുഞ്ഞിന്റെ. മുത്തശ്ശി, ഇനി സത്യം പറഞ്ഞില്ലെങ്കിൽ നമ്മളെ തല്ലൂന്നല്ലേ പറഞ്ഞിരിക്കുന്നെ? എടി, തല്ലിയാലും കൊന്നാലും എന്തോന്ന് എടുത്തു വെച്ച് പറയാനാ? പോലീസ് സ്റ്റേഷനിൽ വെറുതെ വന്ന് കിടക്കുന്നത് ആപത്താ. തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാ മതിയായിരുന്നല്ലോ.